Listen, our green friends. We see many plants around us. They make our world colorful. That means the plants make our world is very colorful. And types of plants. Plants grow in different shapes and sizes. എന്താണ് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളൊക്കെ ഒരുപാട് മരങ്ങളുണ്ടല്ലേ നമ്മുടെ ചുറ്റും. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അവരൊക്കെയാണ് നമ്മുടെ വേൾഡ് ഇത്ര കളർഫുൾ ആക്കുന്നേന്നാണ് പറയുന്നത്. നമ്മുടെ വേൾഡ് ഇത്ര ഭംഗിയുള്ളത് എന്തുകൊണ്ടാണ്? ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇല്ലേ? അപ്പോ പ്ലാന്റ്സ് ഗ്രോ ഇൻ ഡിഫറെന്റ് ഷേപ്സ് ആൻഡ് സൈസസ്. മരങ്ങളൊക്കെ എങ്ങനെയാണ്? പല ഷേപ്പിലും പല വലുപ്പത്തിലും ഒക്കെയാണ് ഉണ്ടാവാറ് ഇല്ലേ? എല്ലാ മരങ്ങളും ഒരുപോലെയാണോ? എല്ലാ പ്ലാന്റ്സും ഒരുപോലെയാണോ? നോ, ദേ ആർ ഡിഫറെന്റ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. അവര് ഷേപ്പിലും സൈസിലും ഒക്കെ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലേ? എല്ലാ മരങ്ങളും കാണാൻ ഒരുപോലെയല്ല എന്നാണ് പറയുന്നത്. ചിലത് എന്താണ്? ചെറിയതാണ്, വളരെ ചെറിയത് അല്ലേ? ചിലത് വളരെ വലിയതാണ്. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. Then plants grow in different shapes and sizes. Some plants are very small. ചില മരങ്ങളൊക്കെ എന്താണ്? ചെടികളൊക്കെ എന്താണ്? വളരെ ചെറിയതാണ് അല്ലേ? ചില ചെടികൾ വളരെ ചെറിയതാണ്. And the mint and തുളസി are small plants. നമ്മുടെ വീട്ടിലുള്ള മിന്റും തുളസിയും ഒക്കെ എന്താണ്? സ്മോൾ പ്ലാന്റ് ആണല്ലേ? ചെറിയ ചെടികളാണല്ലേ അതൊക്കെ? അതൊക്കെ വലിയ കാടായിട്ട് വളരാറുണ്ടോ? വലിയ മരമാകാറുണ്ടോ? നോ, അതൊക്കെ എന്താണ്? വെരി സ്മോൾ. സം പ്ലാന്റ്സ് ആർ വെരി സ്മോൾ ലൈക്ക് മിന്റ് ആൻഡ് തുളസി. നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന തുളസി ചെടിയും പുതിന ചെടിയും ഒക്കെ എന്താണെന്നാണ് പറയുന്നത്? വെരി സ്മോൾ, വളരെ ചെറിയതാണല്ലേ? കണ്ടിട്ടുണ്ടോ നിങ്ങൾ തുളസി ചെടിയൊക്കെ? കണ്ടിട്ടുണ്ടല്ലേ? അതൊക്കെ എന്താണ്? ചെറിയതാണ് അല്ലേ? ഒരുപാട് വലിയതാണോ? നോ, they are very small in their shape and size. And some plants are very big. Some plants are very small and some plants are very big. Big plants are called trees. Big plants are called trees. വലിയ ചെടികളെയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? മരങ്ങൾ അല്ലേ? ഒരുപാട് വലിയതായിട്ട് വളരുന്നതിനെ നമ്മൾ ട്രീസ്, മരങ്ങൾ എന്ന് പറയും. They are tall and strong. അവരെന്താണ്? മരങ്ങൾ എന്താണ്? വളരെ ചെറിയതാണോ? അല്ല, they are very strong. അവർക്ക് വളരെ സ്ട്രോങ് ആണല്ലേ അവര്? ചെറിയ പ്ലാന്റ്സ് ഒക്കെ എന്താണ്? ചെറിയ മഴയും കാറ്റും ഒക്കെ വന്നാൽ ഒടിഞ്ഞു വീഴാറുണ്ട്. പക്ഷേ ട്രീസ് അങ്ങനെയാണോ? They are very tall and very strong അല്ലേ? അവര് വളരെ വലുതാണ്, നീളമുള്ളതാണ്, നല്ല ശക്തരുമാണ് അല്ലേ? They are very small, they are very tall and very strong. അപ്പോ നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളെയും ചെടികളെയും ഒക്കെ കുറിച്ചാണ് പറയുന്നത്. Do you understand? Some plants are very small. ചില ചെടികൾ വളരെ ചെറിയതാണ്. And some plants are very big അല്ലേ? എന്താണ്? അവരൊക്കെ എന്താണ്? പ്ലാന്റ്സ് ആണ്. പക്ഷെ അതിലെന്താണ്? ഓരോന്ന് വളരെ ചെറിയ ചെടികളാണ് അല്ലേ? ബട്ട് ചിലത് എന്താണ്? വളരെ വലിയതുമാണ്. The big plants are called trees. വലിയ എന്താണ്? ചെടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രീസ് എന്ന് വിളിക്കുന്നത്. They are tall and strong. അവര് വളരെ നീളമുള്ളതാണ്, then സ്ട്രോങ്ങുമാണ്. Okay. Then the mango, neem, gulmohar and pine are trees. എന്താണ്? മാംഗോ, നീം, ഗുൽമോഹർ അല്ലേ? നമ്മുടെ മാവും ഗുൽമോഹറും വേപ്പും ഒക്കെ എന്താണ്? പൈൻ മരങ്ങളും ഒക്കെ എന്താണ്? വെരി ബിഗ്. They are very big. They are the trees. And what are the examples of plants? Mint and tulasi are plants, but mango, neem, gulmohar, pine, etc. are very big. They are the trees. We called the trees. അവരെയാണ് നമ്മൾ എന്ത്? മരങ്ങൾ എന്ന് പറയാറ്. ഒരുപാട് വലുതാണ് അവര്, എന്താണ്? നല്ല സ്ട്രോങ്ങുമാണ്. Then some plants are very weak. We are discussing about the weak plants അല്ലേ? വീക്ക് ആയിട്ടുള്ള കുറെ ചെടികളുണ്ട്. They need support to others to stand upright. അവർക്ക് എന്ത് വേണം? നേരെ നിൽക്കാൻ വേണ്ടി മറ്റുള്ള ചെടികളുടെ ഒക്കെ സപ്പോർട്ട് വേണം അല്ലേ? അവരെ നമ്മൾ എന്ത് പറയും? What we called that type of plants? എന്താണ് പറയാറ് നമ്മള്? എന്താണ് നീയ? അങ്ങനത്തെ ചെടികളെയൊക്കെ നമ്മൾ എന്താണ് പറയാറ്? വീക്ക് പ്ലാന്റ്സ് എന്താണ്?
Yeah, they are climbers അല്ലേ? അവരെ നമ്മൾ climbers എന്നാണ് പറയാ. Some plants are weak. They need support to stand upright അല്ലേ? അവർക്ക് നേരെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം അല്ലേ? Such plants are called climbers. അങ്ങനത്തെ ചെടികളെയാണ് നമ്മൾ എന്ത് പറയാറ്? Climbers എന്ന് പറയാറ് അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെടികളെ കുറിച്ച് പറഞ്ഞു? Some plants are very small like mint and tulasi. Mint, tulasi are very small and mango, neem, gulmohar, pine are very big trees. And some plants are very weak like they called climbers. Very weak ആയിട്ടുള്ള അല്ലേ? They need support to others to stand upright. അവർക്ക് നേരെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? മറ്റുള്ള ചെടികളുടെയോ മരങ്ങളുടെയോ ഒക്കെ സപ്പോർട്ട് വേണമല്ലേ? അങ്ങനത്തെ ചെടികളെയാണ് നമ്മൾ എന്ത് പറയാറ്? Climbers എന്ന് പറയാറ്. The bean and grapevine are climbers. What are the examples of climbers? The bean and grapevine. നമ്മുടെ മുന്തിരിവള്ളിയും പയറിന്റെ ഒക്കെ വള്ളി എന്താണ്? ക്ലൈംബേഴ്സ് ആണല്ലേ? അവർ നേരെ മുകളിലേക്ക് വളരാറുണ്ടോ? Just like trees? No, they need support to other plants. അവർക്ക് എന്ത് വേണം? മറ്റുള്ള ചെടികളുടെ ഒക്കെ സപ്പോർട്ട് വേണമല്ലേ? അവര് നേരെ മുകളിലേക്കൊന്നും വളരാറില്ല. അവരെന്താണ്? വളരെ വീക്കാണ് എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോ എന്താണ്? They need support to others to stand upright. അവർക്ക് നേരെ നിൽക്കാൻ വേണ്ടി എന്ത് വേണം? മറ്റുള്ള ചെടികളുടെ ഒക്കെ സപ്പോർട്ട് വേണം. Then such plants are called climbers. അങ്ങനെയുള്ള ചെടികളെയാണ് നമ്മൾ എന്ത് പറയാറ്? Climbers എന്ന് പറയാറ്. The bean and grapevine are the examples of climbers. ബീൻസും നമ്മുടെ മുന്തിരിവള്ളികളും ഒക്കെ എന്താണ്? ക്ലൈംബേഴ്സിനുള്ള എക്സാമ്പിൾസ് ആണ് അല്ലേ? അപ്പൊ നമ്മൾ 3 ടൈപ്സിനെ കുറിച്ച് പറഞ്ഞു. ഫസ്റ്റ് one are very small. Some plants are very small and some plants are very big and some are very weak. We called such type of plants are climbers. അങ്ങനത്തെ വീക്ക് ആയിട്ടുള്ള ചെടികളെയാണ് നമ്മൾ എന്ത് പറയാറ്? ക്ലൈംബേഴ്സ് എന്ന് വിളിക്കാറ്. And some trees such as the banyan spread out as they grow. അവരെന്താണ്? banyan tree അല്ലേ? banyan tree എന്താണ്? ആൽമരം അല്ലേ? They are very big. അവരെന്താണ്? വളരെ വലിയതാണ് അല്ലേ? ആൽമരം ഒക്കെ എന്താണ്? വളരെ വലിയതാണ്. അപ്പൊ അവരെങ്ങനെയാണ്? spread out as they grow. അവർ വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വളരെ സ്പ്രെഡ് ആയിട്ടാണ് വളരാറ് അല്ലേ? നല്ല പടർന്ന് പന്തലിച്ച് വളരെ വലുപ്പത്തിലാണ് ആര് വളരാറ്? banyan tree അല്ലേ? Then some trees such as coconut grow straight. ചില മരങ്ങളില്ലേ? അതായത് നമ്മുടെ തെങ്ങല്ലേ? തെങ്ങൊക്കെ എന്താ ചെയ്യാതെ grow straight. അവർ നേരെ മുകളിലേക്ക് വളരാണ് ചെയ്യാറ് അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനെ കുറിച്ച് ആദ്യം പറഞ്ഞു. Some plants are very small like mint, തുളസി. മിന്റും തുളസിയും എന്താണ്? ചെറിയ ചെടികളാണ് അല്ലേ? അതുപോലത്തെ ഒരുപാട് ചെറിയ ചെടികളുണ്ട്. And some plants are very big. The big plants we called trees. വലിയ ചെടികളെയാണ് നമ്മൾ നന്നായിട്ട് വളരുന്ന അല്ലേ? നല്ല ടോൾ ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ചെടികളെ നമ്മൾ എന്ത് വിളിക്കും? ട്രീസ്, മരങ്ങൾ എന്ന് വിളിക്കും അല്ലേ? നീം, ഗുൽമോഹർ, പൈൻ ആൻഡ് മാംഗോ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ബിഗ് പ്ലാന്റ്സ്. അവരൊക്കെ എന്താണ്? വലിയ മരങ്ങൾക്കുള്ള എക്സാമ്പിൾസ് ആണ് അല്ലേ? Then some plants are very weak. ചില മരങ്ങൾ എന്താണ്? ചില ചെടികൾ എന്താണ്? വളരെ വീക്ക് ആണ് അല്ലേ? They need support to stand straight. അവർക്ക് എന്ത് വേണം? നേരെ നിൽക്കാൻ ആരുടെയെങ്കിലും സപ്പോർട്ട് വേണം. അങ്ങനത്തെ ചെടികളെ നമ്മൾ എന്ത് പറയും? ക്ലൈംബേഴ്സ് എന്ന് പറയും. ക്ലൈംബേഴ്സ് അവരെന്ത് ചെയ്യും? മറ്റുള്ളതിന്റെ മുകളിൽ ക്ലൈംബ് ചെയ്ത് കയറുകയാണ് ചെയ്യാറ് അല്ലേ? ക്ലൈംബ് എന്ന് വെച്ചാൽ എന്താണ്? കയറുക അല്ലേ? അവര് മറ്റുള്ളതിന്റെ മുകളിൽ കയറിയിട്ടാണ് വളരുക. Then some trees such as the banyan tree spread out as they grow. banyan tree അല്ലേ? അതായത് ഈ ആൽമരങ്ങളൊക്കെ എങ്ങനെയാണ് വളരാറ്? അവര് നല്ല സ്പ്രെഡ് ചെയ്തിട്ടാണ് വളരാറ് അല്ലേ? ഒരുപാട് പടർന്ന് പന്തലിച്ചിട്ടാണ് ആൽമരങ്ങളൊക്കെ വളരാറ്. Then some trees such as the coconut grow straight. ചില മരങ്ങൾ അതായത് നമ്മുടെ തെങ്ങൊക്കെ പോലെയുള്ള മരങ്ങൾ എങ്ങനെയാണ് വളരാറ്? They go straight. Okay. Then പിന്നീട് നമ്മൾ ഇലകളെ കുറിച്ച് പറഞ്ഞു അല്ലേ? കഴിഞ്ഞ ദിവസം പറഞ്ഞതായതുകൊണ്ടാണ് മിസ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നത്. 2 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് അല്ലേ? Then leaves.
ഇലകളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. പ്ലാന്റ്സ് ഹാവ് ലീവ്സ്, വി നോ ദാറ്റ്. എല്ലാ പ്ലാന്റ്സിനും എന്തുണ്ട്? ദേ ഹാവ് ലീവ്സ്. അവർക്കൊക്കെ ഇലകളുണ്ട് അല്ലേ. ദെൻ മോസ്റ്റ് ലീവ്സ് ആർ ഗ്രീൻ. മോസ്റ്റ് ഓഫ് ദ ലീവ്സ് ആർ ഗ്രീൻ. മിക്കവാറും ഇലകളൊക്കെ എന്താണ്? പച്ച നിറമാണ് അല്ലേ. ദെൻ സം പ്ലാന്റ്സ് ഹാവ് ബിഗ് ലീവ്സ്. ചില മരങ്ങൾക്ക് എന്തുണ്ട്? പച്ച ഇലകളുണ്ട്, സോറി വലിയ ഇലകളുണ്ട് അല്ലേ. ദ ബനാന പ്ലാന്റ് ഹാസ് ബിഗ് ലീവ്സ്. എന്താണ്? വാഴയില അല്ലേ. വാഴയുടെ ഇല എന്താണ്? വളരെ വലിയതാണ് അല്ലേ. കണ്ടിട്ടില്ലേ വാഴയില? ബനാന ലീവ്സ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതെന്താണ്? വളരെ വലിയതാണ്. Then some plants have small leaves. The neem tree has small leaves. ചില ഇലകൾ വളരെ വലുതാണ്. Just like banana plant leaves അല്ലേ. വാഴയുടെ ഇല പോലെ ചിലത് വളരെ വലുതാണ്. And some plants leaves are very small like neem. നമ്മുടെ വേപ്പിലയൊക്കെ എന്താണ്? വളരെ ചെറിയതുമാണ്. Okay. Then thorns. നമ്മൾ പറഞ്ഞ എന്താണ്? മുള്ളുകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. മുള്ളുകള്. Then some plants have thorns. ചില ചെടികൾക്ക് എന്തുണ്ട്? മുള്ളുകൾ ഉണ്ട് അല്ലേ. The rose and cactus have thorns. Thorns keep the plant safe. നമ്മുടെ റോസിന്, നമ്മുടെ റോസാ ചെടിക്കും കാക്ടസ് അല്ലേ, ഈ കള്ളിമുൾ ചെടിക്കും ഒക്കെ എന്തുണ്ട്? മുള്ളുകൾ ഉണ്ട് അല്ലേ. ത്രോൺസ് ഉണ്ട്. The thorns keep the plants are safe. അപ്പൊ ആ മുള്ളുകൾ ഉള്ളത് കൊണ്ട് എന്താണ്? ഈ ചെടികളൊക്കെ വളരെ സേഫ് ആയിരിക്കും അല്ലേ. മുള്ളുകൾ ഉള്ളതുകൊണ്ട് ആരും പെട്ടെന്ന് ആ ചെടിയുടെ അടുത്തേക്കൊന്നും പോവില്ല അല്ലെ. അപ്പൊ പോയാല് നമ്മൾ എന്താണ്? റോസ് ഫ്ലവർ ഒക്കെ നമ്മൾ പറിക്കാൻ പോയാൽ എന്ത് പറ്റും? നമ്മുടെ കയ്യില് മുള്ളുകൾ കൊള്ളും അല്ലെ. അതുകൊണ്ട് നമ്മൾ മിക്കവാറും അത് റോസ് ഫ്ലവർ ഒന്നും പറിക്കാൻ വേണ്ടി പോവാറില്ല അല്ലേ ദേവർഷ? അതിന്റെ മുള്ള് നമ്മുടെ കയ്യിൽ കൊള്ളും അല്ലെ. അപ്പൊ ഈ മുള്ളുകൾ എന്താ ചെയ്യുന്നേ? ഈ ചെടീനെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ how do plants grow? ചെടികളൊക്കെ വളരുന്നത് എന്താണ്? പലതരത്തിലാണ് അല്ലേ. ഇപ്പോ നിങ്ങൾ എന്താണ്? എല്ലാവരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് എല്ലാവരും പഠിക്കുന്നത്. പക്ഷെ എന്താണ്? എല്ലാവരും സെയിം ആണോ? അല്ലല്ലോ. എല്ലാവരും കാണാനും എന്താണ്? നമ്മുടെ ബോഡി ഷേപ്പിലും ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലേ. ചില ആൾക്കാർ എന്താണ്? നല്ല തടിച്ച കുട്ടികളായിരിക്കാം, ചില കുട്ടികൾ മെലിഞ്ഞിട്ടായിരിക്കാം, ചില പേർക്ക് നല്ല ഹൈറ്റ് ഉണ്ടാവും അല്ലേ. അപ്പൊ അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിന്റെ കാര്യവും. എല്ലാവരും ഡിഫറെന്റ് ആണ് അല്ലേ. അവരൊക്കെ ചെടികളാണ്. പക്ഷെ എന്താണ്? ചില ചെടികൾ നല്ല നീളവും നല്ല തടിയും ഉണ്ടാകും, ചിലത് വളരെ ചെറിയതാണ്. അപ്പൊ കുട്ടികളൊക്കെ പോലെ തന്നെയാണ് അല്ലേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാവുക. ചിലത് വളരെ വലിയതാണ്, ചിലത് ചെറിയതാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇത്. പിന്നെ മിക്കവാറും ചെടികളിൽ എന്തുണ്ടാവും? പൂക്കൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. മോസ്റ്റ് പ്ലാന്റ്സ് ബിയർ ഫ്ലവേഴ്സ്. മിക്കവാറും ചെടികളിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. സം ഫ്ലവേഴ്സ് ചേഞ്ച് ഇൻടു ഫ്രൂട്ട്സ്. ചില ചെടികൾ എന്താകും? പഴങ്ങളായിട്ട് മാറും അല്ലേ. നമ്മൾ പറഞ്ഞു ഏതിന്റെ കാര്യം? നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ. പാഷൻ ഫ്രൂട്ട് ആദ്യം എന്താണ് ഉണ്ടാവുക? ആദ്യം തന്നെ കായാണോ ഉണ്ടാവുക? ഫ്രൂട്ട് ആണോ ഉണ്ടാവുക? നോ. ആദ്യം അതിനെന്താണ്? ഒരു കുഞ്ഞു ഫ്ലവർ വരും അല്ലേ. ദെൻ ആ ഫ്ലവറിൽ നിന്നാണ് എന്തുണ്ടാവുക? പാഷൻ ഫ്രൂട്ട് വരിക. അപ്പൊ അതുപോലെ ചില ചെടികള് പൂക്കളിൽ നിന്ന് ഫ്രൂട്ട്സ് ആയിട്ട് കൺവേർട്ടഡ് ആകും അല്ലേ. ചിലത് ആദ്യം എന്താണ്? പൂവാണ് ഉണ്ടാവുക. ദെൻ അത് മാറി 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 അതൊരു ഫ്രൂട്ട് ആയിട്ട് വരും. ദെൻ മോസ്റ്റ് ഫ്രൂട്ട് ഹാവ് സീഡ്സ് ഇൻസൈഡ് ദം. മോസ്റ്റ് പ്ലാന്റ്സ് ഗ്രോ ഫ്രം സീഡ്സ്. ചില ഫ്രൂട്ട്സിന്റെ അകത്തൊക്കെ എന്തുണ്ട്? സീഡ്സ് ഉണ്ട്, അതിന്റെ വിത്തുകൾ ഉണ്ട് അല്ലേ. എക്സാമ്പിൾസ് ആയിട്ട് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? പപ്പായയും ആപ്പിളും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ രണ്ടിന്റെയും അകത്ത് എന്തുണ്ട്? സീഡ്സ്, വിത്തുകൾ ഉണ്ട് അല്ലേ. പപ്പായയുടെയും ആപ്പിളിന്റെയും അകത്തുള്ള വിത്തുകൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പൊ എന്താണ്? ആ വിത്തുകൾ നമ്മൾ മണ്ണില് നട്ടു വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് നിന്ന് ഒരു ബേബി പ്ലാന്റ് വരുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ എല്ലാ സീഡ്സിന്റെയും അകത്ത് എന്താണുള്ളത്? ബേബി പ്ലാന്റ് ആണ്. എന്താണ്? പ്ലാന്റിന്റെ ബേബി ആണല്ലേ. എല്ലാ ചെടികളുടെയും കുഞ്ഞാണ് എവിടെ ഉണ്ടാവുക? അതിന്റെ സീഡ്സിന്റെ അകത്ത്, അതിന്റെ വിത്തുകളുടെ അകത്ത് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ആ വിത്ത് നട്ടുവെക്കുമ്പോ എന്തുണ്ടാവുന്നത്? മുളച്ചു വന്നിട്ട് ചെടിയായി മാറുന്നതല്ലേ. അപ്പൊ നമ്മൾ ഒരു വിത്ത് മണ്ണിൽ നട്ടുവെച്ച് കഴിഞ്ഞിട്ട് അതിനാവശ്യത്തിന് വെള്ളവും സൺലൈറ്റും കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ അകത്ത് നിന്ന് ആ വിത്തിന്റെ മറ്റൊരു ചെടി പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്.
Clear? Is it clear? Types of plants and our green friends. Okay. Then let us revise എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് നമ്മൾ എന്തൊക്കെയാണ് ഈ ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചത് എന്നാണ്. Some plants are small and some plants are big. We already say that some plants are very small and some plants are very big. ചില ചെടികൾ എന്താണ് വളരെ ചെറിയതാണ്, ചിലത് വളരെ വലുതുമാണ്. Then trees are tall and strong plants. മരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് നീളമുള്ളതും സ്ട്രോങ്ങുമായിട്ടുള്ള ഏതിനെയാണ് നമ്മൾ മരങ്ങൾ എന്ന് പറയാറ്? നീളമുള്ളതും സ്ട്രോങ്ങുമായിട്ടുള്ള ചെടികളെയാണ് നമ്മൾ എന്ത് പറയാറ്? മരങ്ങൾ എന്ന് പറയാറ്. Then climbers are weak plants. We already say that climbers are very weak. Ryan, why are you off your video? Climbers are weak plants. വളരെ വീക്ക് ആയിട്ടുള്ള ചെടികളെയാണ് നമ്മൾ എന്ത് പറയാറ്? ക്ലൈംബേഴ്സ് എന്ന് പറയാറ്. Then most plants have leaves. മിക്കവാറും പ്ലാന്റ്സിന് എന്തുണ്ട്? ഇലകൾ ഉണ്ട് അല്ലേ? മിക്കവാറും ചെടികൾക്കൊക്കെ ഇലകളുണ്ട്. And most plants bear flowers. മിക്കവാറും ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാകാറുണ്ട്. Then most fruits have seeds inside them. മിക്കവാറും പഴവർഗ്ഗങ്ങളുടെ അകത്ത് വിത്തുകൾ ഉണ്ടാകും അല്ലേ? നമ്മൾ പറഞ്ഞു. Then new plants grow from seeds. പുതിയ ചെടികൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? വിത്തുകളുടെ അകത്ത് നിന്നാണ് എന്തുണ്ടാകാറ്? പുതിയ പ്ലാന്റ്സ് പുറത്തേക്ക് വരുന്നത്. Okay. Then take your pencil and listen. എല്ലാവരും പെൻസിൽ എടുക്കുക. നമുക്കിനി നെക്സ്റ്റ് ഉള്ള ആക്ടിവിറ്റി ചെയ്യാം. Fun to learn അല്ലേ? Activity A. Circle the correct word in each sentence. എന്താണ്? ഓരോ സെന്റൻസിലുമുള്ള കറക്റ്റ് ആയിട്ടുള്ള വേർഡ് സർക്കിൾ ചെയ്യുക. സർക്കിൾ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വട്ടമിട്ട് കൊടുക്കുക അല്ലേ? നോക്കാം. മിസ് ചോദിക്കുന്നവർ പറയണേ, പറയാൻ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാലോ നമുക്ക്. തുളസി ഓർ നീം ഇസ് എ സ്മോൾ പ്ലാന്റ്. ഇതില് ഏതാണ് കറക്റ്റ് വേർഡ്? തുളസി ഓർ നീം ഈസ് സ്മോൾ പ്ലാന്റ്. തുളസി അല്ലെങ്കിൽ നീം വളരെ ചെറിയതാണ്. തുളസിയും നീമും അതിൽ ഏതാണ് ചെറിയ പ്ലാന്റ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഏബൽ? Which is the small plant in this? Tulasi, neem is a small plant. Which is the correct word? തുളസിയും നീമും ഉണ്ട്. അതിൽ ഏതാണ് ചെറിയ ചെടി എന്നാണ് ചോദ്യം. ഏബൽ, നീം എന്താണ്? വേപ്പ്. Then തുളസി നമ്മുടെ തുളസി. അതിൽ ഏതാണ് വളരെ ചെറിയ പ്ലാന്റ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ ഇബൽ, വേറെ ആർക്കെങ്കിലും കിട്ടിയോ? ആർക്കെങ്കിലും അറിയോ ഏതാണെന്ന്? ഓക്കെ അൻവിത പറയും മോളെ. തുളസി ഓർ നീം ഈസ് എ സ്മോൾ പ്ലാന്റ്. വിച്ച് വൺ ഈസ് ദ കറക്റ്റ് വേർഡ്? തുളസി. ഓക്കെ ഗുഡ്. ഏബൽ, തുളസിയും നീമുമായാൽ ഏതാണ് ചെറിയത്? ദാറ്റ് മീൻസ് ഏതാണ് ചെറിയ പ്ലാന്റ് എന്നാണ് ചോദിക്കുന്നത്. തുളസി ഈസ് ദ റൈറ്റ് ആൻസർ. ആൻഡ് സർക്കിൾ ദ വേർഡ് തുളസി. തുളസി എന്നുള്ള വേർഡ് എന്ത് ചെയ്യാ? സർക്കിൾ ചെയ്യാം, റൗണ്ട് ചെയ്യാം. നമ്മൾ പറഞ്ഞു അല്ലേ, സം പ്ലാന്റ്സ് ആർ വെരി സ്മോൾ. തുളസി ആൻഡ് മിന്റ് ആർ വെരി സ്മോൾ പ്ലാന്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. തുളസിയും മിന്റും ഒക്കെ ചെറിയ മരങ്ങൾ ചെടികളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ ഏതാണ് ചെറിയത്? മിന്റ് സോറി നീം എന്താണ്? നീം ആർ ദ എക്സാമ്പിൾസ് ഓഫ് ബിഗ് ട്രീസ്. വലിയ മരമാണ് നീം. ദെൻ തുളസി എന്താണ്? വെരി സ്മോൾ. അപ്പൊ തുളസിയും നീമും ആയാൽ ഏതാണ് ചെറിയത്? തുളസിയാണ്. അപ്പൊ തുളസിക്ക് റൗണ്ട് ചെയ്തു. ദെൻ ബിഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ് ഓർ ക്ലൈംബേഴ്സ്. വലിയ ചെടികളെ നമ്മൾ എന്ത് വിളിക്കും? ബിഗ് പ്ലാന്റ്സ് ആർ കോൾഡ് ട്രീസ് ഓർ ക്ലൈംബേഴ്സ്. വലിയ ചെടികളെ നമ്മൾ ട്രീസ് എന്നാണോ പറയാറ്? ക്ലൈംബേഴ്സ് എന്നാണോ പറയാറ്? ഏതാണ് മോളെ ദേവർഷ? ഏതാണ് ആൻസർ? ഏതാണ്? ട്രീസ്. ഓക്കെ, ട്രീസ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ we called the big plants are called trees.
ബിഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയാറ്? ട്രീസ്, മരങ്ങൾ എന്ന് പറയാറ് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ അതിന് ട്രീസ് എന്നുള്ളവിടെ എന്ത് ചെയ്യാ? നന്നായിട്ടൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കാം. Then third one, bean is a climber or tree? Bean is a climber or tree? എന്താണ് റിച്ചാർഡ്? Bean is a climber or tree? Climber. Yes, right answer. Climber. Bean is a climber. അപ്പൊ എന്ത് ചെയ്യാ? റൗണ്ട് ചെയ്യാ. Bean is a climber. അപ്പൊ എന്ത് ചെയ്യാ? Climber എന്നുള്ളതിന് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുക്കുക. That is the correct word അല്ലേ? Bean and climber or a tree. Bean എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലൈംബർ ആണോ മരമാണോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? Some plants are very weak. The weak plants we called climber. Bean and grapevine is the examples of climbers എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? പടർന്നു കയറുന്നതിനൊക്കെ എക്സാമ്പിൾ എന്താണ്? ബീൻസും ഗ്രേപ്പ് വൈനും ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? Then fourth one, the banana plant has small or big leaves. The banana plant has small or big leaves. Muhammad Mubdasim, parayumone. Big leaf. Yes, right answer. The banana plant has big leaves. അപ്പൊ എന്താണ്? ബിഗ് ആണ് റൗണ്ട് ചെയ്യേണ്ടത്. ബിഗ് എന്നുള്ളതിന് എന്ത് ചെയ്യാ? റൗണ്ട് ചെയ്ത് കൊടുക്കുക. That is the right answer. Okay. Then Aifuna, next one. Most flowers or seeds change into fruits. എന്താണ് അതിന്റെ ആൻസർ? Most flowers or seeds change into ഫ്രൂട്ട്സ്. മിക്കവാറും പൂക്കളോ അല്ലെങ്കിൽ കായകളോ എന്തായി മാറും? പഴങ്ങളായി മാറും എന്നാണ് പറയുന്നത്. ചില പൂക്കളോ അല്ലെങ്കിൽ അതിന്റെ വിത്തുകളോ ഫ്രൂട്ട്സ് ആയിട്ട് മാറും. ഏതാണ് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്? Apple. നോ, ആപ്പിൾ ഇസ് ദ സീഡ്സ് ഇൻസൈഡ് ഇറ്റ്. എന്താണ്? ആപ്പിൾ എന്താണ്? ആപ്പിളിന്റെ അകത്ത് വിത്തുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ പൂക്കളാണോ വിത്തുകളാണോ? ഏതാണ് മോളെ? Passion fruit. നോ. എന്താണ് ചോദ്യം എന്ന് വെച്ചാല് മോസ്റ്റ് ഫ്ലവേഴ്സ് ഓർ സീഡ്സ് ചേഞ്ച് ഇൻടു ഫ്രൂട്ട്സ്. നമ്മൾ പഠിച്ചു അല്ലേ? സം ഡാഷ് ചേഞ്ച് ഇൻടു ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പഠിച്ചു. ചിലത് എന്താണ്? പഴങ്ങളായിട്ട് മാറും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ നമ്മൾ പാഷൻ ഫ്രൂട്ടിന്റെ കാര്യം പറഞ്ഞത് എന്താണ്? പാഷൻ ഫ്രൂട്ട് ആദ്യം എന്താണ് ഉണ്ടാവുക? ചെടിയാണോ, കായാണോ, ഫ്രൂട്ടാണോ, വിത്താണോ, ഫ്ലവർ ആണോ? എന്താണ് ആദ്യം ഉണ്ടാവുക? എന്താണ് നൈല? വാട്ട് ഇസ് ദ ആൻസർ? Flowers. Yes, flowers is the right answer. And circle the word flowers. എന്ത് ചെയ്യാ? ഫ്ലവേഴ്സ് സർക്കിൾ ചെയ്ത് വെക്കുക. മോസ്റ്റ് ഫ്ലവേഴ്സ് ചേഞ്ച് ഇൻടു ഫ്രൂട്ട്സ്. നമ്മൾ പഠിച്ചില്ലേ മോളെ? ഐഫൂന, മിക്കവാറും എന്താണ്? പാഷൻ ഫ്രൂട്ട് ഒക്കെ ആദ്യം ഫ്ലവർ ഉണ്ടാകും, പിന്നെയാണ് അത് എന്താവുക? ഫ്രൂട്ട് ആയിട്ട് മാറുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ്? ആദ്യം ഫ്ലവേഴ്സ് ആണ് ഉണ്ടാവുക. ചില ഫ്ലവേഴ്സ് ആണ് ഫ്രൂട്ട്സ് ആയിട്ട് മാറി വരാറ്. അപ്പൊ നോക്കുക, ഫസ്റ്റ് വൺ തുളസി ഓർ നീം, അതിൽ റൈറ്റ് ആൻസർ തുളസി. ആൻഡ് സെക്കൻഡ് വൺ trees or climbers, right answer climbers. Third, bean is a climber or tree. Climber എന്നുള്ളതിന് എന്ത് ചെയ്യുക? സർക്കിൾ ചെയ്യുക. Then fourth, the banana plant has small or big leaves. ബനാന പ്ലാന്റിന് എന്തുണ്ട്? ചെറിയതോ അല്ലെങ്കിൽ വലുതോ വലിയ ഇലയോ ഉണ്ട്. അപ്പൊ ഏതാണ്? ബിഗ് ലീവ്സ് ആണ് അല്ലേ? വലിയ ഇലകളാണ് അല്ലേ? അപ്പൊ ബിഗ് എന്നുള്ളത് റൗണ്ട് ചെയ്തു. Then most flowers or seeds change into fruits. മിക്കവാറും ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വിത്തുകളോ എന്തായി മാറുന്നു? പഴങ്ങളായിട്ട് മാറുന്നു. അപ്പൊ ഏതാണ് കറക്റ്റ്? ഫ്ലവേഴ്സ് ആണ്. അപ്പൊ ഫ്ലവേഴ്സ് ആണ് ഫ്രൂട്ട്സ് ആയിട്ട് കൺവേർട്ട് ആവുന്നത് അല്ലേ? അപ്പൊ ഫ്ലവേഴ്സ് എന്നുള്ളതിന് എന്ത് ചെയ്യാം? സർക്കിൾ ചെയ്യാം. Then next page 122. Match the columns. Match the columns. Page number 122. Next page. Match the column.
മാച്ച് ദ കോളം. മാച്ച് ചെയ്യാം അല്ലേ നമുക്ക്. അതിന് കറക്റ്റ് ആയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ മാച്ച് ചെയ്യാണ് വേണ്ടത്. എന്തൊക്കെയുണ്ട് എന്ന് നോക്കാം അല്ലേ. ഗ്രേപ്പ് വൈൻ, ഗുൽമോഹർ, കാക്ടസ്, മിന്റ്. അതർ സൈഡിൽ എന്തൊക്കെയുണ്ട്? ട്രീ, സ്മോൾ പ്ലാന്റ്, ക്ലൈംബർ, ത്രോൺസ്. ഇതില് ഗ്രേപ്പ് വൈൻ എന്നുള്ളത് എങ്ങോട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? ഈ ഗ്രേപ്പ് വൈൻ എന്നുള്ളത് നമ്മൾ എങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത് മോളെ അദീന? Climber. യെസ്, ക്ലൈംബർ. ഗുഡ്. ഗ്രേപ്പ് വൈൻ, ക്ലൈംബർ. നമ്മൾ എന്ത് ചെയ്യാ? ഒരു ലൈൻ വരച്ചിട്ട് ഗ്രേപ്പ് വൈൻ എന്നുള്ളിടത്ത് നിന്ന് നേരെ ക്ലൈംബറിലേക്ക് മാച്ച് ചെയ്യുക. ഓക്കെ. ഗ്രേപ്പ് വൈൻ ഇസ് ദ ക്ലൈംബർ. ഗ്രേപ്പ് വൈൻ എന്താണ്? എന്തിനെങ്കിലും സപ്പോർട്ട് വേണം അതിന് നിൽക്കാൻ വേണ്ടി അല്ലേ? അത് മറ്റുള്ളതിന്റെ ഒക്കെ മുകളിൽ എന്ത് ചെയ്യാണ് ചെയ്യാറ്? പടർന്ന് കയറി പോവാണ് ചെയ്യാറ്. അപ്പൊ ഗ്രേപ്പ് വൈൻ ഈസ് എ ക്ലൈംബർ. ദെൻ സെക്കൻഡ്, ഗുൽമോഹർ. ഗുൽമോഹർ എങ്ങോട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? ഗുൽമോഹർ എങ്ങോട്ടാണ് ചെയ്യേണ്ടത്? ഹാദിയ, ഹാദിയ, ഗുൽമോഹർ എങ്ങോട്ടാണ് നമ്മളത് മാച്ച് ചെയ്യിക്കേണ്ടത്? Tree. ട്രീ. ഓക്കെ, ഗുഡ്. ഗുൽമോഹർ ഇസ് എ ട്രീ. അപ്പോ ഗുൽമോഹർ എന്നുള്ളിടത്തുനിന്ന് നമ്മൾ എങ്ങോട്ട്? ട്രീ എന്നുള്ളതിലേക്ക് നേരെ മാച്ച് ചെയ്യണം. നേരെ ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ട് മാച്ച് ചെയ്യണം. Then cactus. Then third one, cactus. Cactusന് എന്താണ് സ്പെഷ്യാലിറ്റി? കാക്ടസിന് എന്തുണ്ട്? എന്താണ് അമൃത? കാക്ടസിന് സ്പെഷ്യാലിറ്റി എന്താണ്? കാക്ടസ് എന്നുള്ളത് എങ്ങോട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്? എങ്ങോട്ടാണ് മോനെ? Thorns. ഓക്കെ, കാക്ടസ്, തോൺസ്. കാക്ടസ് എന്നുള്ളത് നമ്മൾ തോൺസിലേക്ക് മാച്ച് ചെയ്യിക്കണം അല്ലേ? ദെൻ കാക്ടസ്, തോൺസ് ആൻഡ് ഫോർത്ത്. എല്ലാവരും കാക്ടസ് എന്നുള്ളത് തോൺസിലേക്ക് മാച്ച് ചെയ്യുക. ദെൻ ഫോർത്ത്, മിന്റ്. ദെൻ ഒന്ന് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ അല്ലേ? മിന്റ് എന്താണ്? മിന്റ്, മിന്റ് ഒന്ന് മാത്രമേ ഇനി മാച്ച് ചെയ്യിക്കാൻ വേണ്ടി ബാക്കിയുള്ളൂ അല്ലേ? ഏതാണ് മോളെ ഷഹബറ? ഏതാണ്? Small plant. ഓക്കെ, മിന്റ് ഇസ് എ സ്മോൾ പ്ലാന്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? ഗ്രേപ്പ് വൈൻ ഇസ് എ ക്ലൈംബർ എന്നുള്ളതിലേക്ക് നമ്മൾ മാച്ച് ചെയ്തു. സെക്കൻഡ് വൺ, ഗുൽമോഹർ ഇസ് എ ട്രീ. കാക്ടസ്, തോൺസ്, മിന്റ്. മിന്റ് ഈസ് സ്മോൾ പ്ലാന്റ്. ക്ലിയർ? എല്ലാവരും ചെയ്തോ? ഓക്കെ. Then color the tree boxes green, color the small plant boxes red. എന്താണ് ചെയ്യേണ്ടത്? അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അതും then D, C and D നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരിക. പേഴ്സണലി സെൻഡ് ചെയ്താൽ മതി. എന്താണ് ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യേണ്ട, മിസ്സിന് പേഴ്സണൽ ആയിട്ട് മിസ്സിന്റെ നമ്പറിലേക്ക് സെൻഡ് ചെയ്ത് തരിക. അതായത് കളർ ദ ട്രീ ബോക്സസ് ഗ്രീൻ. എന്ത് ചെയ്യണം? ട്രീയുടെ പേര് എഴുതിയിട്ടുള്ള ബോക്സ് എന്ത് ചെയ്യണം? റെഡ്, ഗ്രീൻ കളർ കൊടുക്കണം അല്ലേ? പ്ലാന്റിന്റെ പേരുള്ള ബോക്സ് റെഡും കൊടുക്കണം. ഇവിടെ കുറെ ബോക്സുകളുണ്ട്. അതിൽ കുറച്ചെണ്ണത്തിൽ എന്താണ്? മരത്തിന്റെ പേരാണ്, മരങ്ങളുടെ പേരാണ്. ചിലതിൽ സ്മോൾ പ്ലാന്റിന്റെ പേരാണ്. അപ്പൊ മരങ്ങളുടെ പേര് എഴുതിയതിന് ഗ്രീൻ കളർ കൊടുക്കുക, സ്മോൾ പ്ലാന്റിന്റെ പേരുള്ളതിന് റെഡ് കളർ കൊടുക്കുക. ദെൻ നെയിം ദ ഫോളോയിങ്. അപ്പൊ ദെൻ ഡി ആണ് ക്വസ്റ്റ്യൻ. ഡി, നെയിം ദ ഫോളോയിങ് ഉണ്ട് അല്ലേ? ആ ബോക്സിന്റെ താഴെ എന്ത് കൊടുത്തിട്ടുണ്ട്? നെക്സ്റ്റ് പേര് എഴുതാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എ ട്രീ. അവിടെ ഫസ്റ്റ് ലാസ്റ്റ് ലെറ്റർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് ട്രീ ആണ് എന്ന് ബാക്കിയുള്ളത് നമ്മൾ ഫില്ല് ചെയ്യാണ് വേണ്ടത്. മനസ്സിലായോ?
ഒന്ന് വേണമെങ്കിൽ മിസ് പറഞ്ഞു തരാം. എ ട്രീ എന്നുള്ളത് എന്താണ്? ഫസ്റ്റ് വേർഡ് അവിടെ പി കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് വേർഡ് ഇയും കൊടുത്തിട്ടുണ്ട്. അപ്പോ ലാസ്റ്റ് വേർഡ് ഇ വരുന്ന, ഫസ്റ്റ് വേർഡ് പി വരുന്ന 4 ലെറ്റേഴ്സ് ഉള്ള ഒരു ട്രീന്റെ പേരാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഏതാണത്? പൈൻ. PINE. അപ്പൊ പി അവിടെ കൊടുത്തിട്ടുണ്ട്, IN നമ്മൾ എഴുതണം, ഇ അവിടെ ഉണ്ട്. പൈൻ. ഓക്കെ, പൈൻ മരങ്ങൾ അല്ലേ? പൈൻ ഇസ് എ ട്രീ. അതുപോലെ 2, 3, 4 എന്ത് ചെയ്യാം മക്കള്? ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഫ്രീ ആവുമ്പോൾ ഫില്ല് ചെയ്തിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരാം. ബോക്സിന് കളർ കൊടുക്കുക, ദെൻ ഇതും കൂടെ എഴുതിയിട്ട് ഫില്ല് ചെയ്യുക. പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അതെന്ത് ചെയ്യാം? മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം, മുൻപേ തന്നതുപോലെ. ഓക്കെ, നമ്മുടെ ടൈം ഇതാ കഴിഞ്ഞു. എന്നാ വൈൻഡപ്പ് ചെയ്യാമല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? ഈ പോർഷൻ മുഴുവൻ വായിച്ചു നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ലെറ്റ് മീ വൈൻഡ് അപ്പ്. വൈൻഡപ്പ് ചെയ്യാമല്ലേ? സേ ബൈ. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മിസ് സെൻഡ് ചെയ്ത് തരാം. നന്നായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പഠിച്ചിട്ടേ വരാവൂ. ഇന്നോ നാളെയോ മിസ് തരും. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നന്നായി പഠിച്ചിട്ടേ വരാവൂ. മിസ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എന്താണ്? 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അത് മിസ് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും. എന്താണ്? നോട്ട്ബുക്കിലേക്ക് എഴുതണം. എന്നിട്ട് നന്നായി വായിച്ച് പഠിച്ചിട്ട് വേണം വരാൻ വേണ്ടി. ഓക്കെ, ബൈ. ഓക്കെ.